നദികളും കായലുകളും തോടുകളും കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ കൊച്ചു കേരളം. അതുപോലെ പ്രകൃതി കനിഞ്ഞു നൽകിയ വിശാലമായ കടൽ തീരം നമ്മുടെ മറ്റൊരു സൗഭാഗ്യമാണ്. ഏതാണ്ട് 600 കിലോമീറ്റർ കടലോരമാണ് നമുക്കുള്ളത്, ഒന്ന് രണ്ടുമല്ല. പ്രകൃതി നൽകിയ അപൂർവമായ ഈ അനുഗ്രഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും പ്രയോജനപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ വൻകിട ഇടത്തരം തുറമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് ജലമാർഗമുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കാൻ സമഗ്ര പദ്ധതി ഒരുക്കുകയാണ് നമ്മുടെ സർക്കാർ, വി.ഡി. സതീശൻ സർക്കാർ. ഇത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താൻ സഹായിക്കും. UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 600 കിലോമീറ്ററോളം വരുന്ന തീരദേശത്ത് വിഴിഞ്ഞം, കൊച്ചി അന്താരാഷ്ട്ര തുറമുഖങ്ങൾക്ക് പുറമെ 4 ഇടത്തരം തുറമുഖങ്ങളും 17 ചെറുകിട തുറമുഖങ്ങളുമുണ്ട്. ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ജലമാർഗ പദ്ധതിയാണ് ഒരുങ്ങുന്നത്. കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെ 40 മീറ്റർ വീതിയിലും 2.20 മീറ്റർ ആഴത്തിലും ജലപാത വികസിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ ആ പണി തുടരുകയാണ്. ഇതിൽ വരുന്ന കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. കോട്ടപ്പുറം മുതൽ കോഴിക്കോട് വരെ കേന്ദ്ര സർക്കാർ അടുത്ത ഘട്ടത്തിൽ പൂർത്തിയാക്കും. കൊല്ലം മുതൽ തെക്കോട്ട് കോവളം വരെയും കോഴിക്കോട് മുതൽ വടക്കോട്ട് ബേക്കൽ വരെയും മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത്. വിഴിഞ്ഞം തുറമുഖം വന്നതോടെ അത് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിന് വഴിതെളിക്കുമെന്ന് ദീർഘവീക്ഷണമുള്ളവർ അന്നേ കണക്കാക്കിയിരുന്നു. തുറമുഖങ്ങളെ ബന്ധിപ്പിച്ചുള്ള ജലമാർഗ പദ്ധതിക്കും വിഴിഞ്ഞം വഴികാട്ടും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലോ ബാർജുകളിലോ കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ ഇടങ്ങളിൽ എത്തിക്കാനാകും. കയറ്റുമതിക്കുള്ള ചരക്കുകൾ തുറമുഖങ്ങളിലും എത്തിക്കാൻ സാധിക്കും. പല വികസന പദ്ധതികളും പാതി വഴിയിൽ നിലയ്ക്കുന്നതും ഇഴഞ്ഞിഴഞ്ഞ് നിശ്ചലമാകുന്നതും പതിവാണ്. ജലമാർഗ പദ്ധതിക്ക് പ്രധാന തടസ്സമാകുന്നത് സംരംഭകരുടെ കുറവും ട്രക്ക് ട്രെയിലർ ലോബിയുടെ ഇടപെടലുമാണ്. ജലമാർഗമുള്ള ചരക്ക് നീക്കത്തെ സ്വാഭാവികമായും ഇക്കൂട്ടർ തുരങ്കം വയ്ക്കാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുവേണം പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാൻ. ചെലവ് കുറഞ്ഞ ജലമാർഗമുള്ള ചരക്ക് നീക്കം ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന സുവർണാവസരങ്ങൾ കുറയ്ക്കും. സംസ്ഥാനത്തിന്റെ മൊത്തമുള്ള വികസനത്തെക്കാൾ തങ്ങളുടെ കയ്യിലെത്തുന്ന സൗഭാഗ്യത്തിലായിരിക്കും അവരുടെയും കണ്ണ്. ഇച്ഛാശക്തിയോടെ സർക്കാർ നീങ്ങിയാൽ ഇത്തരം പ്രതിബന്ധങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കാനാകും. കേരളത്തെ തുറമുഖ നഗരമാക്കുക എന്നതാണ് ഏറ്റവും വലിയ വികസന സ്വപ്നമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വികസന സ്വപ്നങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ജലമാർഗ പദ്ധതി. അധികം മുടക്കുമുതലും ചെലവും വേണ്ടാത്തതുമായ ഈ പദ്ധതി അത് യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ വികസന മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ ഒരു സംശയവുമില്ല.